ഇതാ ഞാൻ വന്നിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചക്ക ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ വെറുതെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കും. ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ചക്ക പൊരിയാണ് ഉണ്ടാക്കുന്നത്. പഴംപൊരിയെ വെല്ലുന്നൊരു ചക്ക പൊരി തന്നെയാണ്. അടിപൊളി ടേസ്റ്റാണ്. കുറേ ആൾക്കെല്ലാം അറിയായിരിക്കും കേട്ടോ. എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, അവരെല്ലാം ഒന്ന് ഉണ്ടാക്കി വെക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഴുത്ത ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യാം. ഒരുപാട് പഴുത്ത് ഉടയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാലാണ് നല്ലത്. ഇത് പഴം വരിക്കാന്നേ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-20 ചക്കച്ചുള എടുത്ത് വെക്കാം. അതിങ്ങനെ കുരുവൊക്കെ മാറ്റിയിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് ചെറിയ പീസൊന്നും ആക്കിയിട്ടില്ല. നേരെ പകുതി പോലെ ആക്കിയിട്ട് കുറച്ച് വലിയ പീസായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കാം. ഇനി ഇതിനായിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് മൈദമാവാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പച്ചരിപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുക. 4 അല്ലെങ്കിൽ 3 മതിയാവും. അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ അപ്പക്കാരാണ്. അതും കൂടെ ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണ്ട. കാരണം ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ചക്ക പൊരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. കാരണം ഇതിൻ്റെ മേലെ ആ കൂട്ട് മിക്സ് നമുക്ക് നല്ലോണം ഇതിൻ്റെ മേലെ പിടിച്ച് കിട്ടണം. അപ്പം ഒരുപാട് ലൂസാവുമ്പോൾ നമുക്ക് ശരിയാവില്ല. അപ്പോൾ ഞാനിതാ വീണ്ടും കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പ് വെള്ളം അങ്ങനെ ചേർത്തിട്ടുണ്ടാവും. 1/4 അല്ലെങ്കിൽ ചില മാവിനെ അനുസരിച്ചിട്ടായിരിക്കും. ചിലപ്പോൾ 1 കപ്പ് തന്നെ വേണ്ടി വരും. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇത്രയും കട്ടിയിൽ തന്നെ ആകുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം ഞാൻ ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് കളയാനാക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം സാധനങ്ങൾക്കെല്ലാം ഒരുപാട് വിലയുണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചക്കൻ്റെ പീസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആ കൂട്ടിൽ നല്ലോണം ഒന്ന് അമർത്തിയിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ നന്നായിട്ട് കിട്ടും. നമുക്ക് ചക്ക പൊരിച്ചിട്ട് ലൂസാവുമ്പോൾ ചക്കൻ്റെ മേലെ പിടിക്കൂല. ഈ ഒരു ഭാഗത്തിലാവുമ്പോൾ നമുക്ക് വേഗം വേഗം പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്നായിട്ട് എല്ലാം കൂട്ടി വാരിപ്പെറുക്കി ഇടാൻ പാടില്ല. ഇങ്ങനെ പഴം പൊരിക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടാണ്ടായി പോവും. അപ്പം എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഭാഗം ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. ചക്കപൊരി ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പക്കയിലുണ്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് ഇളക്കിയെടുക്കുന്നത് അത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ആ ഒരു പാങ്ങിൽ കിട്ടുമ്പോൾ കോരി വെക്കാം. ചക്ക വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കടിയല്ലേ ഇതെല്ലാം. ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിൽ തന്നെ നമുക്കിത് ചക്കപൊരി ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ചക്കയെല്ലാം കിട്ടൂലേ, അപ്പോൾ ആ ചക്ക ആ ഒരു സമയം കൊണ്ട് തന്നെ മൊത്തം തിന്ന് തീർക്കൊന്നും വേണ്ട. അത് വൃത്തിയാക്കുക. നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു ബോക്സിലിട്ടിട്ട് ടൈറ്റ് ആക്കിയിട്ട് മൂടി സെറ്റാക്കി വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് അവിടെ വെക്കുക. ആവശ്യം വരുമ്പോൾ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഓരോ നമുക്ക് ആവശ്യമുള്ള ഇപ്പം പല വെറൈറ്റി ഫുഡും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ചക്ക കൊണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കുക.
ഇപ്പം നല്ല മഴയിലുള്ള സമയമല്ലേ, അപ്പോൾ ആ ഒരു സമയത്തെല്ലാം നമുക്ക് വൈകുന്നേരം ചായക്ക് കടി വേണമെന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കടി തന്നെയാണ്. ഇപ്പം മക്കള് സ്കൂളും വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വിശക്കുന്നെല്ലാം പറയുമ്പോൾ വൈകുന്നേരം ചായക്ക് കൊടുക്കാനും പറ്റിയൊരു ഐറ്റമല്ലേ ഇതെല്ലാം. കുറച്ചാളുകളെല്ലാം മാത്രം ഉണ്ടാകുമ്പോൾ ഒരു 10 ചുള 15 ചുള അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം അത്യാവശ്യം നല്ലോണം കഴിക്കാൻ തന്നെ ഉണ്ടാവും ചായക്ക്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ടാണ് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുത്ത്. ആ ഒരു കൂട്ടിന് ഇത്രയും ബാക്കിയായി കേട്ടോ, ബാക്കിയായിട്ടുണ്ട്, ചക്ക മുഴുവന് എത്തിയിട്ടില്ല. അപ്പോൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ടേസ്റ്റ് പഴംപൊരിനെ പോലെ തന്നെ, അതായത് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ചക്ക പൊരിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാത്തവർ എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ചക്കയെല്ലാം കിട്ടുമല്ലോ ഒരുപാട്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾ ഇതുപോലെ നല്ലോണം ചക്കയെല്ലാം പൊരിച്ച് വൈകുന്നേരം നല്ല ചായ എല്ലാം, കട്ടൻ ചായ ആണെങ്കിൽ കട്ടൻ ചായ, പാൽ വെച്ചിട്ടാണെങ്കിൽ പാൽ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ നല്ല അടിപൊളി ചക്ക പൊരിയെല്ലാം നമുക്ക് റെഡിയായി. ഇതൊക്കെ ചൂടോടെ കഴിക്കണം, ക്രിസ്പിയാണ് കേട്ടോ. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് ടേസ്റ്റ്. ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ്, തണുത്താൽ അതിന് വേറൊരു ടേസ്റ്റ്. അങ്ങനെയാണല്ലോ പഴംപൊരിയും ഒക്കെ അങ്ങനെയല്ലേ ഉണ്ട്, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നിങ്ങൾ റെഡിയാക്കി നോക്കാം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.